തിരികെ വീണ്ടും നമ്മൾ ഉടുപ്പിയിലേക്ക് തന്നെയാണ്. അവിടെ അർജുൻ്റെ മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ് ഇപ്പോൾ നിർത്തിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒരു പരിചയവുമില്ലാത്ത, ജീവിതത്തിൽ ഒരിക്കൽ പോലും നേരിൽ കണ്ടിട്ടില്ലാത്ത അർജുനു വേണ്ടി അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി ആളുകൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ അർജുനെ അവർ കാണുന്നത് TV സ്ക്രീനിലൂടെ, അർജുനെ അവർ അറിയുന്നത് ഈ TV സ്ക്രീനിലൂടെ ആയിരിക്കും. അന്ന് ഈ വാർത്ത അറിഞ്ഞ് അവരുടെയും ഉള്ളിൽ പിടഞ്ഞു കാണണം. അവരിലെ ഒരുവനായി അർജുനു വേണ്ടി അവരും പ്രാർത്ഥിച്ചിരിക്കണം. ആ പ്രാർത്ഥന വിഫലമായി. പക്ഷേ 72 ദിവസങ്ങൾക്ക് ശേഷം ഗംഗാവലിയുടെ ആഴങ്ങളിൽ നിന്ന് നമുക്ക് അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞു. അപ്പോൾ അർജുന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി മലയാളി സമാജവും അതോടൊപ്പം തന്നെ എത്രയോ മനുഷ്യർ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈശ്വർ മാൽപേ, ഒരിക്കലും മലയാളി മറക്കാത്ത പേരാണ് ഈശ്വർ മാൽപേയുടേത്. പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ മുന്നിൽ നിന്ന് നയിച്ച വ്യക്തിയാണ് ഈശ്വർ മാൽപേ. അർജുനെ കാണാൻ വേണ്ടി ഗംഗാവലി അത്രയും അടിയുഴക്കുണ്ടായ സമയത്ത് പോലും പാടില്ല എന്ന് നേവി അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ട് പോലും ആഴങ്ങളിലേക്ക് എടുത്തു ചാടിയ വ്യക്തിയാണ് ഈശ്വർ മാൽപേ. അങ്ങനെ അർജുന യാത്രയയപ്പ് നൽകാൻ വേണ്ടി ആളുകൾ ഉടുപ്പിയിൽ നമുക്ക് കാണാം. ഇത് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായി പോയി. നാട്ടിൽ കണ്ണാടിക്കൽ ഗ്രാമം അർജുനെ കാത്തിരിക്കുകയാണ്. അതല്ലാതെ തന്നെ മലയാളികൾ മാത്രമല്ല, അർജുനെ പരിചയപ്പെട്ട TV സ്ക്രീനിലൂടെ അർജുൻ എന്ന വ്യക്തിയെ അടുത്തറിഞ്ഞ ആളുകൾ ഇപ്പോൾ അവന് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥന ചൊല്ലാൻ വേണ്ടി അവിടേക്ക് എത്തിയിരിക്കുകയാണ്. സാരംഗ് സുരേഷിന്റെ സാരംഗ് പറയും. ആര്യ, തികച്ചും അസാധാരണമായ ഒരു കാഴ്ച. കാരണം ഒരു സാധാരണക്കാരന് ഇത്രയും വലിയൊരു യാത്രയയപ്പ്, അയാളുടെ ജീവിതത്തിൽ കേവലം 30ഓളം വർഷം മാത്രമാണ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത്. അങ്ങനെ ഒരു സാധാരണക്കാരനായ ഒരു ഗ്രാമീണനായ ഒരു മനുഷ്യന് കിട്ടുന്ന അസാധാരണമായ വിധമുള്ളൊരു യാത്രയയപ്പ്. കാരണം അർജുൻ്റെ കോഴിക്കോട് എത്രത്തോളം അർജുനെ കാത്തിരിക്കുന്നുണ്ട് എന്നത് നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതുവരെ അർജുനെ കാണാത്ത, അർജുനെ അറിയാത്ത എത്രയോ ആളുകൾ, അതിൽ മലയാളികളുണ്ട്, കന്നഡികരുണ്ട്, മറ്റു ഭാഷക്കാരൊക്കെ തന്നെയുണ്ട്. നമ്മൾക്കറിയാം, കർണാടകയിൽ ഏറ്റവും കൂടുതൽ മലയാളികൾ താമസിക്കുന്ന നഗരങ്ങളിൽ ഒന്നാണ് ഉടുപ്പി. ഈ വൈകിയ വേളയിലാണ് ഇവിടെ ഉടുപ്പിയിലെ നഗര ഹൃദയത്തിൽ ഇത്രയും ആളുകൾ മലയാളി സമാജത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒത്തുചേർന്നുകൊണ്ട് അർജുന ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തുന്നത്. കാരണം ഇത് പെട്ടെന്ന് ഒരു ഔദ്യോഗികമായൊരു പരിപാടിയോ മറ്റൊന്നുമല്ല. ജനങ്ങൾ തികച്ചും ഒരു വലിയ ജനക്കൂട്ടമായി ഒത്തുചേർന്നുകൊണ്ട് ഞങ്ങൾക്ക് അർജുനെ ഒരു നോക്ക് കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു നിമിഷം അർജുന് ആദരാഞ്ജലി അർപ്പിക്കാനുള്ള അവസരം നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഇങ്ങോട്ട് തയ്യാറായി വരികയായിരുന്നു. ഇനി കേരളത്തിലേക്ക് കടക്കാൻ മണിക്കൂറുകളുടെ ആ ഒരു ഇടവേള മാത്രമേ ഉള്ളൂ. ഇനി കേരളത്തിൽ ഓരോ കേന്ദ്രങ്ങളും രാവും പകലും എന്ന വ്യത്യാസമില്ലാതെ വലിയ ജനക്കൂട്ടം ഇത്തരത്തിൽ അർജുന യാത്രയയപ്പ് നൽകാനായി ഒത്തുചേരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആര്യ, സാരംഗ് പറഞ്ഞതുപോലെ എത്രയോ ആളുകൾ നോക്കൂ, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അർജുനെ ഒരു പരിചയവുമില്ലാത്ത മനുഷ്യരാണ് ഇന്ന് അർജുനു വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി അവിടെ ഇങ്ങനെ തടിച്ചുകൂടിക്കൊണ്ടിരിക്കുന്നത്. കണ്ണടച്ചവർ അവന് യാത്രയയപ്പ് നൽകുകയാണ്, കൈകൂപ്പി യാത്രയാക്കുകയാണ്. ഇന്ന് അവരുടെ മനസ്സിലുമുണ്ട് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അർജുൻ.